സിനിമയ്ക്കകത്തു നിന്ന് തന്നെ ഒരു പ്രതികരണം വരുന്നു. സിനിമാ പ്രവർത്തകയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. മാഡം, നമ്മൾ ഈ സിനിമയിലെ വയലൻസിനെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഇപ്പോൾ സിനിമയ്ക്കകത്തു നിന്ന് എം എ നിഷാദ് അടക്കമുള്ള വിമർശനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മാത്രമല്ല, മാർക്കോ എന്ന സിനിമയ്ക്ക് ടെലിവിഷനിൽ പ്രദർശനാനുമതി നിഷേധിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതും മാത്രമല്ല, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മാഡം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുഖ്യമന്ത്രി വരെ നിയമസഭയിൽ ചില സിനിമകളുടെ പേരെടുത്തുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുന്നു. അപ്പോൾ വയലൻസ് ഉള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം ലഹരിയുടെ ഉപയോഗമൊക്കെ കാണിക്കുന്ന സിനിമകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ന് രാവിലെ വേറൊരു ചാനൽ സംസാരിച്ചപ്പോൾ പുറത്തു നിന്ന് ഒരു പ്രേക്ഷകയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പെൺകുട്ടി പറയുമായിരുന്നു, ഈ പറഞ്ഞ സിനിമ, ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ കാണാൻ ചെന്നപ്പോ ആദ്യം കുറച്ചു നേരം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ ഞാൻ എനിക്ക് ശീലമായി അത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഇത് തന്നെയാണ് ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത്. ഇത് പതുക്കെ പതുക്കെ ഒരു സ്ലോ പോയ്സൺ പോലെ ജനങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വയലൻസും ഈ മയക്കുമരുന്നും എന്ന് പറയുന്നത്. നോക്കൂ, പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരാളെ കൊല്ലുകയാണെന്ന് പറഞ്ഞാൽ മാക്സിമം ചെയ്യുന്നു, വെടിവെച്ച് അങ്ങ് കൊല്ലും, തീർന്നു. അത് കഴിഞ്ഞ് കൊണ്ടുപോയി മുതലേക്ക് ഇട്ടുകൊടുക്കുക, അവനിടും ഇവനിടും എന്നൊക്കെ പറയും. ഇന്നിപ്പോ അങ്ങനെയല്ല. നായകനാണ് വില്ലൻ. ഇന്ന് പിന്നെ വില്ലൻ ഇല്ല സിനിമയിൽ. നായകൻ തന്നെ വില്ലൻ, നായകൻ തന്നെ നായകൻ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് 10-25 പേരെ ഒരുത്തൻ ഞാൻ കണ്ടു, എന്റെ ഒക്കെ ഒരു മാംസകഷ്ണം കടിച്ചു പിടിച്ചോണ്ട് ഫുൾ ചോരയിൽ നിൽക്കുന്ന. ഇതാണോ ഹീറോയിസം? ഇങ്ങനെയാണോ ഒരു നായകൻ എന്ന് പറയണ എന്താണ്? സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന ആളെയാണ് നമ്മൾ നായകൻ, അവൻ എന്റെ ഹീറോ ആണ്. ഇന്ന് സമൂഹത്തിന് മുൻപിൽ ഇത്തരം വയലൻസ് കാണിക്കുന്നവരാണ് ഹീറോ എന്ന് പറയുന്നത്. അത് തീർച്ചയായും സ്വാധീനിക്കുന്നത് കൊണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, സ്കൂൾ കുട്ടികൾ വരെ ആ സിനിമയിൽ കയറി 2 ഷോ 3 ഷോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. കുറെ കഴിയുമ്പോൾ അവർക്ക് തോന്നും ഈ ചെയ്യുന്നതൊന്നും തെറ്റല്ല, കാരണം എന്റെ നായകൻ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ വ്യക്തി ഇത് ചെയ്യുന്നു. അത് കാലക്രമേണ ആദ്യത്തെ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ. രണ്ടാമത്, മൂന്നാമത്, നാലാമതൊക്കെ ആകുമ്പോൾ കൂടത്തായി കേസിലും മറ്റേ ചെന്താമര അങ്ങനെ ഇങ്ങനെ ഇപ്പൊ തന്നെ ഈ നടന്ന 5 കൊലപാതകം ചെയ്തവൻ എന്താണ്, ഒരു കൊല ചെയ്തിട്ട് അവൻ ബൈക്കിൽ ഒരു കറക്കം കറങ്ങിയിട്ട് രണ്ടാമത്തെ കൊലപാതകം ചെയ്യുന്നു, വീണ്ടും അവൻ കറക്കം കറങ്ങുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ബാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു പക്ഷേ നമുക്ക് പറയാം ഒരു 50% അല്ലെങ്കിൽ വേണ്ട 90% ബാധിക്കുന്നില്ല, 10% ബാധിക്കുന്നു. 10%, 1% പോലും സിനിമ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകാൻ പാടില്ല. പണ്ട് നായകന്മാര് നന്മ ചെയ്യുകയും ഈ തിന്മ ചെയ്യാൻ വേണ്ടി മാത്രം കുറെ വില്ലന്മാരുണ്ടായിരുന്നു. ഈ വില്ലന്മാരെ കാണുമ്പോ തന്നെ പെണ്ണുങ്ങൾ കണ്ടം വഴി ഓടുന്നതൊക്കെ നമുക്കറിയാം. അവര് മിണ്ടാറ് പോലുമില്ല. എന്നോട് ഒരു 4 ദിവസം മുമ്പ് TG രവിയേട്ടൻ പറയുമായിരുന്നു, ഭാഗ്യലക്ഷ്മി, പണ്ട് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ഞങ്ങളെ നോക്കുന്നത് തന്നെ വെറുപ്പോട് കൂടെയാണ്. പക്ഷെ ഇന്ന് നോക്കൂ, ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ 2-3 സിനിമകളുടെ നായകന്മാർ വരുമ്പോൾ സെൽഫി എടുക്കുന്നു, അവരുടെ പിന്നാലെ ഓടുന്നു, അവരെ ആരാധിക്കുന്നു. ഇതെന്തിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാവും. രണ്ടാമത്, ഇനി മറ്റൊരു പ്രധാന കാര്യം, മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന്, പണ്ട് അവൻ മയക്കുമരുന്നോ മദ്യമോ എന്തോ കഴിച്ചിട്ട് അവൻ അകത്ത് കിടക്കുകയാണ് എന്ന് സിനിമയിൽ ഒരു ഡയലോഗിൽ കൂടി പറയും. അവരുടെ മകൻ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരാള് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നതല്ല. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ATM കാർഡ് എടുക്കുന്നു, അതിനെ 2ആയി വരയ്ക്കുന്നു, 2 പോർഷനായി എടുക്കുന്നു, രൂപ നോട്ട് ചുരുട്ടുന്നു, അതിനകത്തൂടെ മൂക്കിക്കൂടെ. അപ്പൊ ഇത് ചെയ്തിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് അത് പറയും, ചെറിയ കുട്ടികൾ കയറുന്നില്ലല്ലോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നേരത്തെ വേറൊരാൾ പറയുന്നുണ്ടായിരുന്നു, അത് പിന്നെ അയാൾക്ക് വേണോ വേണ്ട, അങ്ങനെ വേണോ വേണ്ടേ എന്ന് ചിന്തിക്കത്തക്ക ബുദ്ധിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അവര് വിചാരിക്കും ഇതാണ് പിന്നെ പുരുഷത്വം, അല്ലെങ്കിൽ ഇതാണ് കാലത്തിന്റെ മാറ്റം. ഇപ്പൊ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്, നമ്മൾ എന്തിനാണ് ആണുങ്ങളെ പറയുന്നത്, പെൺകുട്ടികളും ഉപയോഗിക്കുന്നത്. ഇവരൊക്കെ വിചാരിക്കണേ എന്താണ് ഇതില് എന്നൊന്ന് നോക്കാം. ഒരിക്കൽ നോക്കിച്ചോ, ഇത് കൊള്ളാമല്ലോ, രണ്ടാമത് നോക്കി. പിന്നീട് കാലക്രമേണ എന്താണ് സംഭവിക്കുന്നത്?
അവര് മൃഗങ്ങളെക്കാൾ വളരെ മോശമാകുന്നു അവരുടെ ഇപ്പോ സ്വഭാവം. ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ നിലവിൽ എല്ലാവരും ആരാധിക്കുന്ന വളരെ ഇഷ്ടത്തോടു കൂടി കാണുന്ന വലിയ വലിയ താരങ്ങളാണ് ഇത്തരത്തിൽ സിനിമയിൽ വയലൻസ് സീനുകളിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നടൻ ജഗദീഷ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഈ മാർക്കോയിൽ അഭിനയിച്ചിട്ടുള്ള നടൻ കൂടിയാണ്, അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ വയലൻസ് സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ സിനിമയിലെ നന്മയും സ്വാധീനിക്കപ്പെടുന്നില്ലേ എന്നാണ്. അത് എങ്ങനെയാണ്, അതൊരു ന്യായീകരണമായി ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു? നന്മ സ്വാധീനിക്കപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാവരും അത്രയും സെൻസിബിൾ ആയിട്ട് ചിന്തിക്കുന്നവരാകണം എന്നില്ല. പണ്ടത്തെ സിനിമയിൽ ഒരു തിന്മ ചെയ്യുന്നവനെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നായകൻ തന്നെ പോലീസിനെ ഏൽപ്പിക്കുന്നു. എന്തിന്? നമ്മളൊരു 15 വർഷം മുൻപിറങ്ങിയ സിനിമകളിൽ പോലും ഫൈനലി ഈ തിന്മ ചെയ്യുന്നവൻ നിയമത്തിന് മുൻപിൽ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് മോഹൻലാൽ അഭിനയിച്ച സിനിമകളും മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾക്കും എല്ലാം ഫൈനലി ശിക്ഷിക്കപ്പെട്ട കഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതല്ല, ഇന്ന് ഹീറോയെ പോലെ ഇങ്ങനെ നടന്നു പോകാണ്. ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ക്രൂരത കാണിച്ചിട്ട് ഹീറോ ആയിട്ട് ഇങ്ങനെ നടന്നു അതാണ് തെറ്റെന്ന് പറയുന്നത്. ജഗദീഷ് പറയുന്നുണ്ടെങ്കിൽ ജഗദീഷ് ആ സിനിമയിൽ ജോലി ചെയ്ത് കാശ് വാങ്ങിയിട്ട് അതിന്റെ കൂറ് കാണിക്കുകയാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കില്ല. അദ്ദേഹം അഭിനയിച്ചത് കൊണ്ടാണ് ആ സിനിമയെ ന്യായീകരിക്കുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. പൊതുജനത്തിന് മാത്രമല്ല, സിനിമാക്കാർക്കും എല്ലാവർക്കും ഈ കുറ്റകൃത്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക മാത്രമല്ല, നിയമത്തിൽ മാറ്റം കൊണ്ടുവരണം. സെൻസർ ബോർഡിന്റെ നിയമത്തിൽ പ്രത്യേകിച്ച് ശക്തമായ മാറ്റം തന്നെ കൊണ്ടുവരണം. ഇപ്പൊ നിലവിൽ ഈ മാർക്കോയുടെ നിർമ്മാതാവ് തന്നെ ഇതിൽ പ്രതികരിക്കുകയുണ്ടായി. ചെയ്തത് ഇനിയിപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കും, ഇത്തിരി കൂടിപ്പോയി എന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥ. ഈ സിനിമാ സംഘടനകളിലൊക്കെ ഉള്ള നിങ്ങളെപ്പോലുള്ളവർ, സിനിമയ്ക്കകത്ത് നിൽക്കുന്നവർ തന്നെ സംഘടനകളിൽ തന്നെ ഈ വിഷയം ചർച്ചയാവാൻ സാധ്യതയുണ്ടല്ലോ, അതോ ചർച്ചയാവുമോ? ഈ ഒരു കാര്യത്തെ ഗൗരവമായി കണ്ട് എന്തെങ്കിലും സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ ഭാഗ്യലക്ഷ്മി കാണുന്നുണ്ടോ? ആ സംവിധായകനെ സത്യത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം പോലും അത് ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം പോലും സമ്മതിച്ച സ്ഥിതിക്കാണ് ആ സിനിമയിൽ അഭിനയിച്ച ഒരാൾ പറയുന്നു അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. അത് ശരിയല്ല. അത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി കണ്ണടച്ച് ഇരുട്ടാക്കരുത്. പിന്നെ സംഘടനയ്ക്കുള്ളിൽ ഞാൻ നിൽക്കുന്ന ഒരു തൊഴിലാളി സംഘടനയും ഫെഫ്ക എന്ന സംഘടനയിലാണ്. ഫെഫ്ക മാത്രം ഇത് ചർച്ച ചെയ്തത് കൊണ്ട് കാര്യമായില്ല. നിർമ്മാതാക്കൾക്ക് ഇതിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം പക്ഷേ എൻ്റെ അടുത്ത് ഒരു 4 ദിവസം മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് ഒരു നിർമ്മാതാവ് പറഞ്ഞതാണ്, നിങ്ങൾ ദയവ് ഇത് ചാനലുകളിൽ ചർച്ചയ്ക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വയലൻസിനെതിരെ, സിനിമയിൽ വരുന്ന വയലൻസിനെതിരെ നിങ്ങൾ സംസാരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? അതിനുള്ളിൽ ഇത് ഇഷ്ടപ്പെടാത്ത, ഇതിൽ മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നിർമ്മാതാക്കളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തൊഴിലാളി സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും താരസംഘടനയുടെ കാര്യം എനിക്കറിയില്ല, ഈ 2 സംഘടനയും തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സിനിമയ്ക്കകത്ത് നിൽക്കുന്ന വലിയ താരങ്ങൾ വരെ ഈ വിഷയത്തിൽ പല മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും അവരുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ ഇതിനോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പലരും പറയുന്നത് അങ്ങനെ സിനിമയെ മാത്രം പറഞ്ഞ് കൈകഴുകി കളയാൻ പറ്റില്ല എന്നാണ് അവരുടെയൊക്കെ നിലപാട്. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സിനിമാ മേഖലയ്ക്കകത്ത് നിന്ന് വയലൻസ് കാണിക്കുന്നതിൽ ചില തിരുത്തലുകൾ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ ആളുകളുടെ പ്രതികരണമൊക്കെ വരേണ്ടതുണ്ടോ? നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുമല്ലോ, എൻ്റെ മോൻ്റെ മാത്രം കുഴപ്പമല്ല, അത് മറ്റവരുടെ കുഴപ്പമാണ് എന്ന് പറയുമല്ലോ. അതാണ് ഞാൻ ഈ കാണുന്നത്. അതായത് സംഘടനയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സിനിമയെ കുറ്റം പറയരുത് എന്ന് മാത്രം, അതാണ് അവരുടെ. ഞാൻ തമാശയായിട്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാം. പണ്ട് വർഷങ്ങൾക്ക് മുൻപ്, ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയിൽ ഞാൻ ശബ്ദം കൊടുക്കുന്ന നായിക പച്ചത്തെറി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് പറയില്ല, പോകുമ്പോ അത് പറഞ്ഞിട്ട് പോണേ എന്നാണ് ഡയറക്ടർ എന്നോട്. അപ്പൊ ഞാൻ അപ്പൊ ആ ഡയറക്ടർക്ക് ആ വാക്ക് അവിടെ ആക്ച്വലി ലിപ്പിലൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞിട്ട് പോയാൽ മതി, ഭാഗ്യലക്ഷ്മി അത് പറയണേ. അപ്പൊ ഞാൻ എന്താണ് വാക്ക്? അയ്യോ, അത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരും? അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി തന്നു, ഈ വാക്ക് പറഞ്ഞിട്ട് പോണേ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയില്ല.
ഇന്നത്തെ സിനിമയില് തീർച്ചയായും നമ്മൾ ജോലി അത്തരത്തിലാണ് ചെയ്യുമ്പോ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ നിലപാടുകൾ ഓരോരുത്തരും പങ്കുവെക്കുകയാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മി ഈ വിഷയത്തിൽ അതെ. നമ്മളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.